നമസ്കാരം. ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ ഭൂമി വിട്ടുകൊടുത്തുവെന്ന് മുറവിളി കൂട്ടിയ രാഹുൽ ഗാന്ധിയുടെ നുണക്കോട്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ്. മുൻ കരസേനാ മേധാവി എം നരവനെ തന്നെ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നാണം കെട്ടിരിക്കുകയാണ് കോൺഗ്രസും രാഹുലും. രാജ്യത്തെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് സൈന്യത്തെ വലിച്ചിഴയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തന്ത്രത്തിനാണ് നരവനെ ഇപ്പോൾ പൂട്ടിട്ടിരിക്കുന്നത്. ചൈനയുമായുള്ള അതിർത്തി വിഷയത്തിൽ രാഹുൽ ഉയർത്തിയ ഓരോ ചോദ്യത്തിനും ഒറ്റ മറുപടിയിൽ നരവനെ മറുപടി നൽകി. ഇന്ത്യൻ മണ്ണ് ചൈനയ്ക്ക് കിട്ടിയോ എന്ന് അവരോട് തന്നെ ചോദിക്കും. ഇതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഇനി ഇന്ത്യൻ സൈന്യത്തിന് കിട്ടാനില്ല. മോദി സർക്കാരിന്റെ കീഴിൽ സൈന്യത്തിന് പൂർണ്ണമായ രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിരുന്നുവെന്നും ഒരിഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോൾ ഇത്രയും കാലം രാഹുൽ ഗാന്ധി പറഞ്ഞു നടന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയുകയാണ്. നരവനെയുടെ ആത്മകഥയിലെ ഭാഗങ്ങളെന്ന വ്യാജേന പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനം എത്രത്തോളം പരിഹാസ്യമായിരുന്നുവെന്ന് രാജ്യം കണ്ടതാണ്. പ്രകാശനം പോലും ചെയ്യാത്ത പുസ്തകത്തിന്റെ പകർപ്പെന്ന് പറഞ്ഞ് രാഹുൽ ഉയർത്തിക്കാട്ടിയത് വെറും വെള്ളക്കടലാസുകൾ മാത്രമായിരുന്നു എന്ന ആരോപണം ഇപ്പോൾ ശരിവയ്ക്കപ്പെടുകയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇത്തരത്തിൽ തരംതാണ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കാനല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നെയും സായുധ സേനയും നിങ്ങളുടെ രാഷ്ട്രീയ കളികളിലേക്ക് വലിച്ചിഴക്കരുത് എന്ന നരവനെയുടെ വാക്കുകൾ രാഹുൽ ഗാന്ധിക്കുള്ള താക്കീതാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയെയും സൈനികരുടെ മനോവീര്യത്തെയും ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ ശൈലി ഭാരതത്തിന് ചേർന്നതല്ല. രാഹുലിന്റെ നുണകൾ പൊളിഞ്ഞതോടെ BJP വക്താവ് ഷെഹ്സാദ് പൂനാവാലയും രംഗത്തെത്തിക്കഴിഞ്ഞു. അതിർത്തിയിൽ നമ്മുടെ സൈന്യം കാവൽ നിൽക്കുമ്പോൾ ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന രാഹുലിന്റെ അജണ്ട എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. സൈന്യത്തിന് രാഷ്ട്രീയ പിന്തുണ നൽകിയ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിയ രാഹുലിന് ഇപ്പോൾ നരവനെ തന്നെ മറുപടി നൽകിയതോടെ കോൺഗ്രസ് പാളയത്തിൽ മൗനമാണ്. യഥാർത്ഥത്തിൽ സൈന്യത്തെയും അതിർത്തി സുരക്ഷയെയും മുൻനിർത്തി രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ നുണപ്രചാരണങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2017 ഭാരതവും ചൈനയും തമ്മിൽ ഡോക്ലാമിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി സൈന്യത്തിന് പിന്നിൽ അണിനിരന്നപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തത് എന്താണെന്ന് നാം കണ്ടതാണ്. ഇന്ത്യൻ സൈനികർ അതിർത്തിയിൽ ചൈനീസ് കടന്നുകയറ്റത്തെ ചെറുക്കുമ്പോൾ അന്നത്തെ ചൈനീസ് അംബാസഡറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി ചായ കുടിക്കുകയായിരുന്നു ഈ കോൺഗ്രസ് നേതാവ്. ഗൽവാൻ സംഘർഷവേളകളിലും നമ്മുടെ ധീര സൈനികരുടെ പോരാട്ടത്തെ അഭിനന്ദിക്കുന്നതിന് പകരം ചൈനീസ് അഭിപ്രായങ്ങളെ വിശ്വസിക്കാനും അവ പ്രചരിപ്പിക്കാനുമാണ് രാഹുൽ ഗാന്ധി അന്ന് ശ്രമിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കോൺഗ്രസ് ഒപ്പിട്ട ദുരൂഹ കരാറിന്റെ പിൻബലത്തിലാണോ രാഹുൽ ഇപ്പോഴും ഇന്ത്യൻ സൈന്യത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നരവനെയുടെ ആത്മകഥയുടെ പേരും പറഞ്ഞ് വെള്ളക്കടലാസ് പൊക്കിപ്പിടിച്ച് അദ്ദേഹം നടത്തിയ നാടകം പഴയ ആ ചൈനീസ് സ്നേഹത്തിന്റെ പുതിയ പതിപ്പ് മാത്രമാണെന്നാണ് വ്യക്തം. ഭാരതത്തിന്റെ മണ്ണും മാനവും കാക്കാൻ ഹിമപാതത്തിലും കൊടും തണുപ്പിലും അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ധീര സൈനികരുടെ ആത്മവീര്യത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന ഈ വെള്ളക്കടലാസ് രാഷ്ട്രീയത്തിന് ഇനിയെങ്കിലും അറുതി വരുത്തേണ്ടത് ആവശ്യമാണ്. മുൻ കരസേനാ മേധാവി എം നരവനെ തന്നെ പച്ചയായി സത്യം വിളിച്ചു പറയുമ്പോൾ ഇത്രയും കാലം രാഹുൽ ഗാന്ധി നടത്തിയ ഓരോ പ്രസ്താവനയും രാജ്യവിരുദ്ധമായ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യസുരക്ഷയേക്കാൾ വലുത് രാഷ്ട്രീയ ലാഭമാണെന്ന് കരുതുന്ന ഇത്തരക്കാർക്ക് തങ്ങൾ ചൈനയുടെ ഭാഷയാണോ സംസാരിക്കുന്നതെന്ന ബോധം പോലും ഇല്ലാതായിരിക്കുന്നു. പാർലമെന്റ് എന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനുള്ളിലിരുന്ന് ഒരു സൈനിക മേധാവിയുടെ പേരിൽ കെട്ടിച്ചമച്ച കഥകൾ എഴുന്നള്ളിക്കുകയും ഒടുവിൽ ആ സൈനിക മേധാവി തന്നെ അതിനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ലോകത്തിനു മുന്നിൽ അപഹാസ്യനാകുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല, ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ചൈനീസ് ഭരണകൂടവുമായി കോൺഗ്രസ് ഒപ്പിട്ട ദുരൂഹമായ ധാരണാപത്രമാണോ ഇപ്പോഴും രാഹുലിനെ കൊണ്ട് സൈന്യത്തെയും സർക്കാരിനെയും ഇത്തരത്തിൽ വേട്ടയാടാൻ പ്രേരിപ്പിക്കുന്നത്? നുണക്കഥകൾ കൊണ്ട് സൈന്യത്തെ തളർത്താൻ നോക്കുന്ന രാഹുലിന്റെ മുഖംമൂടി നരവനെ പോലുള്ള കരുത്തരായ സൈനികർ തന്നെ വലിച്ചു കീറുന്ന കാലമാണിത്. ഭാരതത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ലെന്ന് ആധികാരികമായി വ്യക്തമാക്കപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തോട് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണം. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് ഭാരതീയ രാഷ്ട്രീയത്തിൽ ഒരു വിവരക്കേടിന്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം അടിവര ഇടുന്നതാണ് നരവനെയുടെ ഈ പുതിയ വെളിപ്പെടുത്തൽ. സൈനികരുടെ വീര്യത്തെയോ അവരുടെ ത്യാഗത്തെയോ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ തരംതാണ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധിക്കൂ. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ പോലും പക്വതയില്ലാതെ ഇടപെടുന്ന രാഹുലിന്റെ രീതി ജനങ്ങളിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്രയോ തവണ രാഹുൽ ഇത്തരത്തിൽ അതിർത്തി കാക്കുന്ന സൈനികരെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിച്ചു. ഗൽവാനിൽ നമ്മുടെ സൈനികർ ജീവൻ നൽകി രാജ്യത്തെ കാത്തപ്പോൾ ആ ധീരതയെ പുകഴ്ത്തുന്നതിന് പകരം ചൈനീസ് പക്ഷത്തു നിന്ന് സംസാരിക്കാനാണ് രാഹുൽ ഉത്സാഹം കാട്ടിയത്. ഇതിന് പിന്നിലെ ചേതോ വികാരം എന്താണെന്ന് ഓരോ സാധാരണക്കാരനും ഇന്ന് വ്യക്തമാണ്.
പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ആ വെള്ളക്കടലാസ് പ്രകടനം വെറുമൊരു അബദ്ധമായി കാണാൻ കഴിയില്ല. അത് ബോധപൂർവം രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഒരു സൈനിക മേധാവിയുടെ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നത് എത്ര വലിയ ക്രിമിനൽ ബുദ്ധിയാണ്. ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് 140 കോടി ജനങ്ങളുടെ സുരക്ഷാ ചുമതലയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്നത്? സൈന്യം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വത്തല്ല, അത് ഭാരതത്തിന്റെ അഭിമാനമാണ്. ആ അഭിമാനത്തെയാണ് രാഷ്ട്രീയ നേട്ടത്തിനായി രാഹുൽ പിച്ചു ചീന്താൻ നോക്കിയത്. അതിർത്തിയിൽ നമ്മുടെ സൈനികർ ചൈനീസ് കടന്നുകയറ്റത്തെ അടിച്ചമർത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ചൈനീസ് മാധ്യമങ്ങൾക്ക് ആവേശം നൽകുന്നു എന്നത് എത്രത്തോളം ലജ്ജാകരമാണ്. ഭാരതത്തിന്റെ സൈനിക ശക്തിയെ ലോകം അംഗീകരിക്കുമ്പോൾ അതിനുള്ളിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങളുടെ അജണ്ടയാണോ രാഹുൽ നടപ്പിലാക്കുന്നത്? നരവനയുടെ വാക്കുകൾ രാഹുലിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സായുധ സേനയെയും അതിന്റെ തലപ്പത്തിരിക്കുന്നവരെയും ഉപയോഗിക്കുന്നത് നിർത്താൻ സമയമായി. ഈ രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് രാഹുൽ ഗാന്ധി കരുതരുത്. വെള്ളക്കടലാസ് ഉയർത്തിക്കാട്ടി ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് വെറും വ്യാമോഹം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ആധുനിക ഭാരതത്തിൽ നുണകൾക്ക് ആയുസ്സുണ്ടാകില്ലെന്നും സത്യമെന്നും സൈന്യത്തിന്റെ കരുത്തിനൊപ്പം നിലനിൽക്കുമെന്നും ഈ സംഭവം തെളിയിക്കുന്നു. ഭാരതത്തിന്റെ സായുധ സേനയും അതിന്റെ നേതൃത്വത്തെയും രാഷ്ട്രീയ ചെളിവാരി എറിയുന്നതിലൂടെ രാഹുൽ ഗാന്ധി സ്വന്തം രാഷ്ട്രീയ കുഴി തോണ്ടുകയാണ് എന്ന് നരവനയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നു. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യൻ സേനയുടെ മനോവീര്യം തകർക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പാർലമെന്റിൽ വെള്ളക്കടലാസ് പൊക്കിപ്പിടിച്ച് ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഒരുപോലെ വഞ്ചിക്കാൻ ശ്രമിച്ച രാഹുലിന്റെ പ്രവൃത്തി കേവലം ഒരു തമാശയായി മാത്രം കാണാൻ കഴിയില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഇത്രത്തോളം ബാലിശമായും കുടിലമായും പെരുമാറുന്നത് രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ്. റഫാൽ വിമാന ഇടപാടിൽ നുണകൾ പടച്ചുവിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ചെവിക്ക് പിടിച്ചു വാങ്ങിയ മാപ്പപേക്ഷയുടെ മഷി ഉണങ്ങുന്നതിന് മുൻപ് തന്നെയാണ് സൈനിക മേധാവിയുടെ ആത്മകഥയെ ആയുധമാക്കി രാഹുൽ അടുത്ത നാടകത്തിന് മുതിർന്നത്. ചൈനീസ് ഭരണകൂടവുമായി നെഹ്റു കുടുംബവും കോൺഗ്രസും ഒപ്പിട്ട ആ ദുരൂഹമായ കരാർ എന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ഇവർ തയ്യാറായിട്ടില്ല. ആ കരാറിന്റെ ബാധ്യത തീർക്കാനാണോ രാഹുൽ ഗാന്ധി ഇന്ത്യൻ അതിർത്തികൾ സുരക്ഷിതമല്ലെന്ന നുണ ആവർത്തിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. സേനയെയും സേനാധിപതിമാരെയും രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന നരവനയുടെ താക്കീത് രാഹുലിന്റെ നെഞ്ചിൽ തറയ്ക്കേണ്ടതാണ്. ഒരു ജനതയുടെ സുരക്ഷയ്ക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാൻ നോക്കുന്നത് അധമമായ പ്രവൃത്തിയാണ്. വിദേശ മണ്ണിൽ പോയി ഭാരതത്തെയും ഇവിടെയുള്ള ഭരണഘടനയെയും കുറിച്ച് അപവാദം പറയുന്ന രാഹുലിന് സൈന്യത്തിന്റെ കരുത്തിലോ രാജ്യത്തിന്റെ അഖണ്ഡതയിലോ ഒട്ടും വിശ്വാസമില്ലെന്ന് വേണം കരുതാൻ. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തെയും തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളെയും പുച്ഛിക്കുന്ന ഇത്തരക്കാർ ഭാരതത്തിന്റെ ശത്രുക്കളുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന രാഹുലിന് നരവന നൽകിയ മറുപടി കേവലം ഒരു തിരുത്തലല്ല, രാജ്യവിരുദ്ധ രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകാൻ പോകുന്ന തിരിച്ചടിയുടെ തുടക്കം മാത്രമാണ്. രാഹുൽ ഗാന്ധി എത്രമാത്രം നുണകളുടെ കോട്ട കെട്ടിയാലും രാജ്യസ്നേഹികളായ സൈനികരും ജനങ്ങളും അവ തകർത്തെറിയും. ഇനിയെങ്കിലും ഇത്തരം തറവേലകൾ അവസാനിപ്പിക്കാനും സേനയെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനും രാഹുൽ ഗാന്ധി തയ്യാറാകണം. ഭാരതത്തിന്റെ വീരജവാന്മാരുടെ ചോരയെ പരിഹസിക്കുന്നവർക്കും അവരുടെ പോരാട്ട വീര്യത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കും ഈ നാടൊരിക്കലും മാപ്പ് നൽകില്ല. രാഹുലിന്റെ ഈ വെള്ളക്കടലാസ് രാഷ്ട്രീയം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടേണ്ട കാലം അതിദൂരമല്ല. രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാപ്പരത്വം കോൺഗ്രസിനെ തന്നെ നാശത്തിലേക്ക് നയിക്കുമെന്നതും ഉറപ്പാണ്. രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഭാരതീയനും മാപ്പ് നൽകാത്ത ഒരു മഹാ അപരാധമാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സായുധ സേനയെ രാഷ്ട്രീയ ചേരിതിരിവുകളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന കോൺഗ്രസിന്റെ ഈ നീക്കം ഭാരതീയർ ഒരിക്കലും മറക്കില്ല, പൊറുക്കുകയുമില്ല. നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഇമേജ് ഓരോ ദിവസം കഴിയും തോറും തകരുകയാണ്. സൈന്യത്തെ തൊട്ടുകളി വേണ്ടെന്ന് നരവനെ വ്യക്തമാക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കും ഒരു കാര്യം വ്യക്തം, ഈ രാജ്യം സുരക്ഷിതമായ കൈകളിലാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.